ആദ്യം രാജു പി നായരിലേക്ക്. രാജു, കോൺഗ്രസ് സമാനതകളില്ലാത്ത പ്രതിസന്ധി നേരിടുന്ന കാലമാണ്. അതിജീവിക്കാൻ കരുത്തു പകർന്നു ഈ യാത്ര. അല്ല, കോൺഗ്രസ് മാത്രമല്ല, ഈ രാജ്യം തന്നെ അതിജീവിക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള വലിയ പ്രതിസന്ധിയിലേക്ക് കടന്നു പോകുന്ന ഒരു കാലമാണ്. അവിടെയാണ് ഈ യാത്രയുടെ പ്രസക്തി. ഞാൻ കോൺഗ്രസ് മാത്രമല്ല, ഈ രാജ്യത്തിന് ഒരുമിപ്പിച്ച് വരാതെ, ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യയിൽ ഈ രാജ്യത്തെ ഒരുമിപ്പിച്ചതൊരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യമാണ്. ഇന്ന് രാജ്യം ആവശ്യപ്പെടുന്നതും ആ ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യമാണ്. കാരണം വെറുപ്പിൻ്റെയും വിഭജനത്തിൻ്റെയും എല്ലാം രാഷ്ട്രീയം നമ്മുടെ എല്ലാ മേഖലകളെയും തളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ഒരു ആശയപരമായ യോജിപ്പ് ഈ രാജ്യത്തിന് ഉണ്ടാവേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ്. അതാണ് ഒരു രീതിയിൽ രാഹുൽ ഗാന്ധി ഏറ്റെടുത്ത ഈ ദൗത്യം, ഒരു ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സാന്നിധ്യം. ഇന്ന് ഞാൻ ഈ യാത്രയുടെ കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ഒരാളാണ്. രാജ്യം ഈ യാത്ര കണ്ടത് ആ രീതിയിലാണ്. കാരണം രാഷ്ട്രീയത്തിനും എല്ലാ അതിർവരമ്പുകൾക്കും അപ്പുറം എല്ലാ വിഭാഗത്തിലും പെട്ടവർ ഈ യാത്രയോട് മനസ്സുകൊണ്ട് ചേർന്നു, ഓടി അണഞ്ഞു എന്നുള്ളത് ഒരു വസ്തുതയാണ്, നമുക്ക് കാണാതിരിക്കാൻ കഴിയാത്ത ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ നാട് നേരിടുന്ന ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം, അത് ഞാൻ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഫലപ്രാപ്തി എന്ന് പറഞ്ഞ് കാണുന്നത്, കഴിഞ്ഞ ഒരു ദശകക്കാലമായിട്ട് ഈ രാജ്യത്ത് സംസാരിച്ചിരുന്നത് മുഴുവൻ വെറുപ്പിൻ്റെ രാഷ്ട്രീയമാണ്. ആ വെറുപ്പിൻ്റെ രാഷ്ട്രീയം സംസാരിച്ചിടത്ത് നിന്ന് സെപ്റ്റംബർ 7 ഈ യാത്ര തുടങ്ങി ഇന്ന് അവസാനിക്കുമ്പോൾ 5 മാസക്കാലം ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും ഈ യാത്രയെ അവഗണിച്ചപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ജനം സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം സംസാരിച്ചു എന്നുള്ളത് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയത്തിന് ഒരു മറുമരുന്നായിട്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം ഈ രാജ്യത്ത് കരുപ്പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യത്തിന് തിരിച്ചു വരാൻ പറ്റുള്ളൂ, കോൺഗ്രസിനും തിരിച്ചു വരാൻ സാധിക്കുള്ളൂ. ഒരു സംശയം വേണ്ട, കോൺഗ്രസിൻ്റെ ആശയവും രാജ്യത്തിൻ്റെ ആശയവും രണ്ടല്ല എന്ന് നമുക്കറിയാം. അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു വലിയ തയ്യാറെടുപ്പ്, ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഒരുമിപ്പിക്കുന്ന ഒരൊറ്റ ആശയത്തിലേക്ക് ഒരുമിപ്പിക്കുന്ന ആശയ പോരാട്ടമാണിത് നടന്നത്. ആ പോരാട്ടത്തിൽ രാഹുൽ അദ്ദേഹത്തിൻ്റെ വേദനയോടൊപ്പം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വേദന പോലും ഈ രാജ്യത്തിൻ്റെ വേദനയാക്കി മാറ്റുക, അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ വേദന അദ്ദേഹത്തിൻ്റെ വേദനയും ഒരുമിപ്പിച്ച് ചേർത്ത് ഒരു ഹിംസ എങ്ങനെയാണ് ഈ നാടിനെ നശിപ്പിക്കുന്നത്. ഇന്നത്തെ വൈകാരികമായിട്ടുള്ള ആ കാശ്മീരിലെ പ്രസംഗം നമുക്കറിയാം, നമ്മളൊക്കെ കേട്ടിട്ടുള്ള ചരിത്രമാണെങ്കിൽ പോലും ഈ യാത്ര നടന്നു നീങ്ങിയ ഓരോ വഴികളിലൂടെയും അദ്ദേഹത്തിൻ്റെ വേദന ജനങ്ങളിൽ കണ്ടു എന്നുള്ളതും, അല്ലെങ്കിൽ ജനങ്ങളുടെ വേദന തൻ്റെ വേദനയാണെന്ന് തിരിച്ചറിയുന്ന ഒരു കാര്യമുണ്ടായി. അതൊരു രാഷ്ട്രീയ ലക്ഷ്യം, ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തിലേക്കൊന്നും ഉള്ള യാത്ര, അല്ലെങ്കിൽ ഒരു സംഘടനയെ കെട്ടിപ്പടുക്കുക എന്നുള്ളത്, അതൊക്കെ ചിലപ്പോൾ ഇതിൻ്റെ ബൈ പ്രോഡക്റ്റാണ്. സംഘടന കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതിൻ്റെ ഗുണമുണ്ടാവുക എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യമാണ്. പക്ഷെ അതല്ലാതെ ആശയപരമായിട്ട് ഈ രാജ്യത്തെ ഒരുമിപ്പിക്കുക, അത് തീവ്ര വലത് രാഷ്ട്രീയം, ഹിന്ദുത്വ രാഷ്ട്രീയം എന്ന് പോലും ഞാൻ രണ്ടാമതേ പറയുള്ളൂ. തീവ്ര വലത് രാഷ്ട്രീയത്തിനെതിരായിട്ട്, ഹിംസയുടെ രാഷ്ട്രീയത്തിന് എതിരായിട്ട് സ്നേഹത്തോടു കൂടി ഈ രാജ്യത്തെ, നേരത്തെ അങ്ങ് ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ആ സ്നേഹത്തിൻ്റെ മന്ത്രം ഉരുവിട്ടുകൊണ്ടാണ് ഗാന്ധിജി കടന്നുപോയത്. ഞാൻ ഗാന്ധിജിയോടൊന്നും ഉപമിക്കുന്നില്ലെങ്കിൽ പോലും ഒരു പക്ഷേ ആ മന്ത്രം വീണ്ടും ഇന്ത്യയിൽ വീണ്ടും നമുക്ക് ഈ കഴിഞ്ഞ 5 മാസക്കാലം കേൾക്കാൻ സാധിച്ചു. രാഹുലിൻ്റെ ഒരു മേക്ക് ഓവറൊക്കെ പലരും പറയുമായിരിക്കും. സ്വാഭാവികമായിട്ടും ഇത്ര വലിയ ഒരു അനുഭവം, ആ അനുഭവം ഉണ്ടാവുമ്പോൾ എല്ലാവരും അതിനനുസരിച്ച് കുറേ കൂടി പാകപ്പെടുന്നുണ്ടാവും. പ്രതിപക്ഷ പാർട്ടികൾക്ക് അദ്ദേഹം സ്വീകാര്യനാവുമോ എന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഈ യാത്രയ്ക്കുണ്ടാവുന്ന പ്രസക്തിയൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ രാജ്യത്തിൻ്റെ ആശയം അത് ഞാൻ സൂചിപ്പിച്ചല്ലോ, ഏത് വിഭാഗമാണ് ഈ രാജ്യത്തിൻ്റെ ഈ യാത്രയുടെ ഭാഗമാകാതെ വന്നത്. കശ്മീരിൽ പോലും അവിടെ ചെല്ലുമ്പോഴും അദ്ദേഹം ആ ഭയത്തിൻ്റെ രാഷ്ട്രീയത്തിനെതിരായിട്ട് സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ രാജ്യത്തോട് അദ്ദേഹം പറയുകയായിരുന്നു, നിങ്ങൾ പറയുന്ന ഭയത്തിൻ്റെ രാഷ്ട്രീയമല്ല ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം, ഈ രാജ്യത്തിൻ്റെ രാഷ്ട്രീയം സ്നേഹത്തിൻ്റെ രാഷ്ട്രീയമാണ്. അവിടെ ഭരണകൂടം പോലും അദ്ദേഹത്തെ പേടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം അപ്പുറം ഹിംസ കണ്ടു വളർന്നവൻ, ഹിംസയുടെ വേദന അറിഞ്ഞവൻ, അവനെ മരണഭയത്തെ അതിജീവിച്ചവൻ. ഞാൻ സത്യം പറയാം, ഞാൻ ഈ യാത്രയുടെ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടന്നിരുന്ന ഒരാളാണ് കേരളത്തിൽ മുഴുവൻ. കേരളത്തിൽ പോലും പലപ്പോഴും വൈകുന്നേരം നടക്കുമ്പോൾ ഓരോരുത്തർ ഓടി വരുമ്പോൾ ഞങ്ങളുടെ നെഞ്ചു പിടയ്ക്കുമായിരുന്നു. കാരണം ഏറ്റവും മിനിമം സെക്യൂരിറ്റിയിൽ ഈ മനുഷ്യൻ നടന്നു പോവുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി കൊതിക്കുന്നവരുണ്ട് എന്ന് നമുക്കറിയാം. ഒരു മതഭ്രാന്തൻ ഓടി വന്നാൽ എന്ന് ഞങ്ങൾക്ക് ഭയം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു.
പക്ഷെ ആ ഭയം അദ്ദേഹത്തെ അലട്ടിയിരുന്നില്ല എന്നുള്ളത് ആ കാശ്മീരിലെ കഴിഞ്ഞ 4 ദിവസം ഉണ്ടായിട്ടുള്ള സാഹചര്യം അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചറിയാം. അപ്പോൾ മരണഭയം കടന്നവൻ, ഈ രാജ്യത്തിൻ്റെ ഹിംസയെന്ന രാഷ്ട്രീയത്തിൻ്റെ ദുരിതഫലം അനുഭവിച്ചവൻ, അയാൾ അതിൻ്റെ ആ വേദന കശ്മീരിലെ ജനങ്ങളുടെ, നമ്മുടെ വീരസൈനികരുടെ, ആ കശ്മീരിൽ ഈ ഹിംസയുടെയും വെറുപ്പിൻ്റെയും രാഷ്ട്രീയം കൊണ്ട് ജീവൻ നഷ്ടപ്പെട്ടവരുടെ വേദനയോട് ചേർത്ത് വെക്കുക. ആ ഐക്യപ്പെടലാണ് ഇന്ന് ആവശ്യം. ആ ഐക്യപ്പെടലാണ് ഈ യാത്രയിലൂടെ ഉണ്ടായത്. കശ്മീർ ജനത എനിക്കു നേരെ എറിഞ്ഞത് ഗ്രനേഡല്ല, സ്നേഹത്തിന്റെ വിത്തുകളായിരുന്നു എന്നാണ്.